നമ്മളിപ്പോൾ നിൽക്കുന്നതേ മൂലമറ്റത്താട്ടോ. മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു മനോഹരമായിട്ടുള്ള സ്കൂളിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്, നടുമുറ്റത്ത്. ഇതാ ഈ ഒരു സ്കൂൾ കണ്ടോ. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പണ്ടത്തെ സ്കൂളുകളില്ലേ, ഗവൺമെൻറ് സ്കൂളുകൾ, അപ്പം അതിനേക്കാളും വളരെ ഒരു എന്താ പറയുക, ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ഷീറ്റ് കൊണ്ടുള്ള, ടിൻ ഷീറ്റ് കൊണ്ടുള്ള ഒരു സ്കൂളാണ്. പക്ഷെ ഭയങ്കര മനോഹരമായിട്ടുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്കൂൾ. ശരിക്കും ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകത, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റിനും ഇതാ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, കുളമാവ് ഏരിയ, ആ ഒരു നമ്മുടെ ഇടുക്കി ആ ഒരു ഡാമിൻ്റെ അങ്ങോട്ട് പോകുന്ന ഏരിയകളാട്ടോ ആ ഒരു ഏരിയ എൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ അതാ എൻ്റെ ഈ ഒരു സ്കൂളിൻ്റെ ബാക്കിലായിട്ടുള്ള ഈ ഒരു സ്ഥലം അങ്ങോട്ട് നമ്മൾ വാഗമൺ റൂട്ടാട്ടോ. ആ വാഗമൺ റൂട്ടിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഇലവീഴ, പൂഞ്ചിറ, അങ്ങോട്ടൊക്കെ ഒരു മൂലമറ്റത്തിൻ്റെ നമ്മൾ പവർ സ്റ്റേഷൻ്റെ ഏരിയയൊക്കെയാണ് ആ കാണുന്ന സ്ഥലമൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ അങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവിടെ വന്ന് കാണണം, വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ മൂലമറ്റം ഏരിയ, നമുക്കറിയാം, ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം, ഈ സ്ഥലത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവർക്കറിയാം, ധാരാളം ലയങ്ങളുള്ള സ്ഥലമാണ്. അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന, തൊഴിലെടുക്കാൻ വരുന്ന തൊഴിലാളികളുടെ മക്കളൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മക്കൾ മാത്രമല്ല, ഇവിടെ KSEB പവർ സ്റ്റേഷനാണ്, മൂലമറ്റം പവർ സ്റ്റേഷൻ്റെ കീഴിൽ ധാരാളം ഓഫീസുകളും കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന അവരുടെ മക്കളൊക്കെ ചേർന്ന് പഠിക്കുന്ന ഒരു സ്കൂൾ ആയിരിക്കണം ഈ ഒരു സ്കൂൾ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്കൂളാട്ടോ. ഈ സ്കൂളിൻ്റെ ഘടനയിലൊന്നുമല്ല, എങ്കിലും നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും വലിയ കോൺക്രീറ്റ് ഭയങ്കര 2-3 നിലയുള്ള സ്കൂളുകളുണ്ടെങ്കിലും ഇത്ര പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു സ്കൂള് നമ്മുടെ നാട്ടിലില്ല. കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു മഴക്കാലത്തും അല്ലെങ്കിൽ ഒരു മഞ്ഞൊക്കെയുള്ള സമയത്ത് രാത്രിയിലൊക്കെ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കണം എന്ന് നിങ്ങളിന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നല്ലൊരു അനുഭവമായിരിക്കും, നമുക്ക് നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്നവർക്കേ ചിലപ്പോൾ അത് ഇച്ചിരി ക്ലേശമൊക്കെ ആയിരിക്കും. 1-2 ദിവസമൊക്കെ നമ്മളിവിടെ വരുന്നവർക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടൊക്കെ തോന്നും. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്കൂളും മൂലമറ്റം എന്ന ഈ ഒരു നല്ലൊരു പ്രദേശം. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വാഗമണ്ണിലോട്ടാണ്. അപ്പോൾ വാഗമണ്ണിലേക്ക് പോകുന്ന, മൂലമറ്റത്തു നിന്ന് കയറി പോകുന്ന ഏരിയയാണ്. അപ്പോൾ മൂലമറ്റത്തു നിന്ന് ഇങ്ങനെ വാഗമണ്ണിലോട്ട് പോകുന്ന ഈ റൂട്ടുണ്ടല്ലോ, അധികം പേരൊന്നും വരാറില്ല, പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള റൂട്ടാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്, ഈ വെള്ളച്ചാട്ടമുള്ള സ്പോട്ടുകൾ, പാറകളൊക്കെ കുറേയുള്ള സ്പോട്ടുകൾ. അപ്പോൾ അവിടെയൊക്കെ നിർത്തിയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയാകുമെന്ന് നോക്കട്ടെ. വെള്ളമൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയില്ല. വെള്ളം ഉണ്ടെങ്കിൽ നല്ല മനോഹരമായിരുന്നു.